ടിങ്കു കുരങ്ങൻ രാജാവായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. കൂടെ നിന്ന കാണ്ടാമൃഗത്തിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഷേർഖാൻ ആണെങ്കിൽ കൂട്ടിലകപ്പെട്ടിരിക്കുകയായിരുന്നു. ഇന്നു മുതൽ ഞാൻ ഈ കാട്ടിൽ പുതിയൊരു നിയമം ഉണ്ടാക്കാൻ പോവുകയാണ്. കാട്ടിലുള്ള എല്ലാവരും എന്റെ നിയമങ്ങൾ പാലിക്കേണ്ടതാണ്. കുറച്ചു കഴിഞ്ഞ് മിങ്കു കുരങ്ങൻ ഒരു കല്ലിലിരിക്കുകയായിരുന്നു. കാട്ടിലെ എല്ലാ മൃഗങ്ങളും തലകുനിച്ച് അവന്റെ മുമ്പിൽ നിൽക്കുന്നു. ഇന്നു മുതൽ ഇപ്പോൾ മുതൽ മാംസാഹാരികളായ എല്ലാ മൃഗങ്ങളും അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു മടിയും കൂടാതെ സസ്യബുക്കുകളെ വേട്ടയാടേണ്ടതാണ്. പരുന്തിനും കഴുകനും എപ്പോൾ വേണമെങ്കിലും പക്ഷികളെ തിന്നാവുന്നതാണ്. ഇതെന്താ പറയണേ മഹാരാജാവേ? ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഞങ്ങളെപ്പോലത്തെ പക്ഷികൾ എങ്ങനെ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കും? ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഓടുക, ഓടിക്കൊണ്ടേയിരിക്കുക. ഇത് കേട്ട് ഗോൾഡി പരന്ത് നേരെ ടീനുക്കിളിയുടെ അടുത്ത് വന്നു. അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ! ടീനുക്കിളി ജീവനും കൊണ്ടോടി. ഗോൾഡി പരന്തു അതിന്റെ പുറകെ. പുതിയ രാജാവ് ഞങ്ങൾക്ക് വേട്ടയാടാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ പട്ടാപ്പകലിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ കൊല്ലുന്നതാണ്. ഇത് കണ്ട് മിങ്കു കുരങ്ങൻ ചെറിയ അഹങ്കാരത്തോടെ ചിരിക്കാൻ തുടങ്ങി.